നാസയുടെ ചാന്ദ്ര ദൗത്യമായ ആർട്ടിമിസ് 2 വിജയകരമായി വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം 4:06 വിക്ഷേപണം. 10 ദിവസത്തെ ദൗത്യത്തിൽ 4-അംഗ സംഘം ചന്ദ്രനെ ചുറ്റി ഭൂമിയിൽ തിരിച്ചെത്തും. RS-25 engines. 4, 3, 2. Artemis 2 now bound for the moon. Humanity's next great voyage begins. 54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്ര തുടങ്ങി. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുലർച്ചെ 4:06 ആർട്ടിമിസ് 2 ദൗത്യവുമായി നാസയുടെ SLS റോക്കറ്റ് കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്നതോടെ പിറന്നത് പുതിയ ചരിത്രം. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവിട്ട വനിതയ്ക്കുള്ള റെക്കോർഡ് നേടിയ ക്രിസ്റ്റീന കോച്ച്, ചന്ദ്രയാത്രയ്ക്ക് പോകുന്ന ആദ്യ കറുത്തവർഗക്കാരനായ വിക്ടർ ഗ്ലോവർ, യാത്രയുടെ കമാൻഡറായ റീഡ് വീസ്മാൻ, കാനഡ പൗരനായ ജെറമി ഫാൻസൺ എന്നിവരാണ് ആർട്ടിമിസ് 2 ബഹിരാകാശ യാത്രികർ. ദൗത്യ സംഘവുമായുള്ള ഓറിയോൺ പേടകം 2 ദിവസം ഭൗമ ഭ്രമണപഥത്തിൽ തുടർന്നതിന് ശേഷം ചന്ദ്രനെ ചുറ്റി 10 ദിവസം കഴിയുമ്പോൾ ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിൽ തിരിച്ചെത്തും. Confirmation, separation from the interim cryogenic propulsion stage. അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ഇതാദ്യമായാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുന്നത്. 2022 അവസാനം നടന്ന ആളില്ലാ ചന്ദ്രദൗത്യമായ ആർട്ടിമിസ് 1 വിജയമായിരുന്നു. ആർട്ടിമിസ് 2 പൂർത്തിയാകുന്നതോടെ ഭൂമിയിൽ നിന്നുള്ള ചന്ദ്രനിലേക്കുള്ള സ്ഥിരസഞ്ചാരം സാധ്യമാകും. ചന്ദ്രനിൽ ലൂണാർ ഗേറ്റ്വേ എന്ന സ്റ്റേഷൻ സ്ഥാപിക്കും. ഭാവിയിൽ ചന്ദ്രനിൽ താമസമുറപ്പിച്ച് അവിടത്തെ ഹീലിയം 3 ഉൾപ്പെടെ ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള മൂൺ കോളനി പദ്ധതിക്കുള്ള അടിത്തറ കൂടിയാകും ആർട്ടിമിസ് പരമ്പര പൂർണ്ണമാകുന്നതോടെ തയ്യാറാകുക. ഏകദേശം 9,300 കോടി $ആണ് ആർട്ടിമിസിനായി US ചെലവഴിച്ചത്. 2027 2028 നടക്കുന്ന ആർട്ടിമിസ് 3 ദൗത്യത്തിലൂടെയായിരിക്കും മനുഷ്യൻ വീണ്ടും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.